പപ്പായ എല്ലാവർക്കും ഇഷ്ടമാണ്. പപ്പായയുടെ ഗുണങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ പപ്പായയുടെ ഇലയുടെ ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. വിറ്റാമിൻ എയും സിയും ആന്റി ഓക്സിഡന്റുകളാലും സമ്പന്നമാണ് നമ്മുടെ ഈ ഒരു പപ്പായയുടെ ഇല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതൽ പരിചിതമായിരിക്കുന്നത് നമുക്ക് ഡെങ്കിപ്പനിയുടെ വലിയൊരു ഔഷധം എന്ന നിലയിലാണ് നമ്മുടെ ഈ പപ്പായ ഇലേനെ നമുക്ക് പരിചിതം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനായിട്ട് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ പ്രമേഹ രോഗികൾക്കും വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ പപ്പായയുടെ ഇല വെച്ചിട്ട് ചായ അടക്കം ഉണ്ടാക്കി കുടിക്കൂത്രേ. അത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പപ്പായയുടെ ഇല നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനം വളരെയായിട്ട് കൂട്ടുത്രേ. ഇത് നമ്മുടെ ഒരു അനുഭവം കൂടിയിട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ കർഷകരുടെ അനുഭവങ്ങൾ കൂടാണ് കേട്ടോ ഈ പറയുന്നത്. കൃഷിയിലാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ പപ്പായയുടെ ഇല കൊണ്ട് എല്ലാത്തരം ജൈവ കീടനാശിനികളും നമ്മുടെ ഈ ഒരു പപ്പായയില ഇല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുളകിൻ്റെയും തക്കാളിയുടെയും ഒക്കെ തന്നെ മുഞ്ഞ, അതുപോലെ തന്നെ വെള്ളീച്ച, പയറിൻ്റെ പ്രത്യേകിച്ച് മുഞ്ഞ ശല്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ഒരു പപ്പായയുടെ ഇലയുടെ ചാറ് സ്പ്രേ ചെയ്യുന്നത്. ഇതുകൊണ്ട് കീടനാശിനി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പപ്പായയുടെ ഇല എടുക്കുക, അതുപോലെ തന്നെ 2 ചോള വെളുത്തുള്ളി എടുക്കുക, നന്നായി ചതയ്ക്കുക, കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക, നന്നായിട്ട് ഞെരടി പിഴിയുക, 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് എല്ലാ ചെടികൾക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു നല്ല ജൈവ കീടനാശിനിയായിട്ട് പ്രവർത്തിക്കും. എല്ലാത്തരം ചെടികളുടെ അസുഖങ്ങളും അത് മാറി കിട്ടും ചെയ്യും കേട്ടോ. അതുപോലെ പപ്പായയുടെ ഇല കഞ്ഞിവെള്ളം, നമ്മുടെ വീട്ടിൽ പാഴാക്കി കളയുന്ന ഒരു വസ്തുവാണല്ലോ കഞ്ഞിവെള്ളം. ആ കഞ്ഞിവെള്ളവും പപ്പായയുടെ ഇലയും ചേർത്തിട്ടും നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കാം. എന്നിട്ട് ചെടികൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ യാതൊരു വിധത്തിലുള്ള കീടാക്രമണവും ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് ഒരു 10 പൈസ ചെലവില്ലാതെ നമുക്ക് എല്ലാം വീട്ടിൽ ചെയ്യാവുന്ന മാർഗ്ഗങ്ങളാണ്.